Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod. And guys, സംഭവമൊന്നുമില്ല, Geekboz ചാനലിന്റെ റീസെന്റ് ഒരു ഗിവ് അവേ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം. അവരുടെ 10,000 സബ്സ്ക്രൈബേഴ്സ്, ചാനലിന്റെ 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആകുന്ന ആ ഒരു ഇവന്റിൽ വെച്ചൊരു ഗിവ് അവേ കോൺടെസ്റ്റ് ആയിരുന്നു. സോ അതിൽ ചെയ്യേണ്ട സംഭവം ഇത്രയേ ഉള്ളായിരുന്നു. 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു തീം വെച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ ആർട്ട് ഉണ്ടാക്കുക എന്നായിരുന്നു ഗിവ് അവേ കോൺടെസ്റ്റിന്റെ മെയിൻ എയിം. സോ അതിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ ഗീക്ബോക്സിന്റെ എൻറ്റയർ ഫാമിലിക്ക്, ടെക്നോ ഫാക്ടറി എന്ന നമ്മുടെ ചെറിയൊരു ഫാമിലിയുടെ വക എ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ക്രോസിംഗ് 10,000 സബ്സ്ക്രൈബേഴ്സ്. എന്തായാലും ഇനി മുന്നോട്ട് പോട്ടെ. 10,000 സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് മൈൽ സ്റ്റോൺ ആണ്, ഇനിയും കുറേ പോകാനുണ്ട്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് കൺഗ്രാറ്റ്സ് ടു പ്രശാന്ത്. പുള്ളി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവം അറിയിച്ചുകൊണ്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ അയക്കാനിരുന്ന ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ ചെയ്തൊരു കാര്യമാണിത്. അന്നും അതായത് ഗീക്ബോക്സിന്റെ ഈ ഗിവ് അവയുടെ വീഡിയോ വരുന്ന അന്നും എന്തോ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി ഒന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം നോട്ടിഫിക്കേഷൻ കാണുന്നത്. അന്നേരം കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് വന്ന ഒരു ഐഡിയ ആണ് 10,000 എന്ന് പറഞ്ഞപ്പം വന്ന ഐഡിയ ആണ് 10,000 നമ്പറിനുള്ളിൽ ഈ എൻറ്റയർ ടീമിൻ്റെ ഒരു സംഭവം ഇറക്കി വെക്കുക. അതായത് ഫോട്ടോഷോപ്പിൽ അങ്ങനെ ചെയ്യണമെന്ന് ഒരു സംഭവം ഇങ്ങനെ മൈൻഡിൽ വന്ന് ജസ്റ്റ് അപ്പം തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തൊരു സംഭവമാണ് ഇത്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചെയ്ത യൂട്യൂബ് ആർട്ട് എന്തായാലും ഇതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, ആർക്കും വേണേൽ ചെയ്യാവുന്ന സംഭവമുള്ളൂ. ഞാൻ വലിയ ഫോട്ടോഷോപ്പിൻ്റെ എക്സ്പേർട്ടോ അഡോബിൻ്റെ എക്സ്പേർട്ടൊന്നുമല്ല. ഇതെല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്. ഫോട്ടോഷോപ്പ് ആവട്ടെ, പ്രീമിയർ പ്രോ ആവട്ടെ, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും എന്തായാലും എല്ലാം ഞാൻ പഠിച്ചതാണ്. കാരണം ബേസിക് സ്കൂൾ ടൈമിൽ തൊട്ടേ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അത് പപ്പയ്ക്ക് പ്രിൻറ്റിംഗ് പ്രസ് ആയിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യത്തിന് വീട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. പഴയ ഒരു പെൻറ്റിയം, എനിക്ക് ഓർമ്മ പോലും ഇല്ല ഏതാണെന്ന് നോക്ക്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്നും പുള്ളി ചെയ്യുന്ന കണ്ടാണ് പഠിക്കുന്നത്. അന്ന് അഡോബിൻ്റെ പേജ് മേക്കർ എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, പേജ് മേക്കർ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിലാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പ്രിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ. അത് ആക്ച്വലി ഇപ്പം മാറി പേര് അഡോബ് ഇൻ ഡിസൈൻ ആണെന്ന് തോന്നുന്നു ഇപ്പം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഇപ്പം അഡോബ് ഇൻ ഡിസൈൻ എന്താണെന്ന് തോന്നുന്നു. സോ അഡോബ് പേജ് മേക്കറും കോറൽ ഡ്രോ ഒക്കെയാണ് ഞാൻ കണ്ട് ആ ഒരു ടൈമിൽ. സ്കൂൾ ടൈം എന്ന് പറയുമ്പം 18 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ജോലിയൊക്കെ കിട്ടി, ഒരു ലാപ്ടോപ്പൊക്കെ വാങ്ങി, അങ്ങനെയാണ് ചെറുതായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. സോ ഞാൻ വലിയ ഫോട്ടോഷോപ്പ് ഡിസൈനറോ എഡിറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം ബേസിക് നോളജ് ആണ്. എനിക്ക് ഈവൻ ഇതിൽ ചിലത് യൂസ് ചെയ്യുന്ന പേര് പോലും ശരിക്കും അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ ഇതിൽ മാസ്ക്, ലേയേഴ്സും ചിലതൊക്കെ അറിയാം, പക്ഷെ ചിലതിൻ്റെ ഒന്നും പേരറിയത്തില്ല, ടൂൾസിൻ്റെ പേരറിയത്തില്ല. തിയറിറ്റിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി വലിയ നോളജ് ഒന്നുമില്ല, ബട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്തൊരു സംഭവമാണിത്. മെയിൻ തീം എന്ന് പറയുന്നത് ഗ്രീൻ കളർ വേണമെന്നായിരുന്നു. അപ്പം ഗ്രീൻ കളറാണ് നമ്മൾ സംഭവം. ഈ ഒരു ഫോട്ടോ കുറേ നേരം ഞാൻ തപ്പിയായിരുന്നു. ഇതിന് പകരം ഞാൻ ആദ്യം ചെയ്തത് ഓരോരുത്തരുടെ സിംഗിൾ ഫോട്ടോ ഫേസ്ബുക്ക് പേജിൽ നിന്ന് എടുത്ത് ഓരോ സിംഗിൾ ഫോട്ടോ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഓരോന്നും പേസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫുൾ ഗ്രൂപ്പ് ഫോട്ടോ കാണുന്നത്. അന്നേരം വിചാരിച്ചത് ഈ ഫോട്ടോ ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും തപ്പുണ്ടായിരുന്നല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓരോ ഫോട്ടോ ഓരോന്ന് എടുത്തുകൊണ്ട് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് ഈ ഫോട്ടോ തന്നെ ഫിക്സ് ചെയ്തു. ഈ ഫോട്ടോ മെയിൻ ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം 10,000 സബ്സ്ക്രൈബേഴ്സ് ആകാനുള്ള ബാക്കിൽ നിൽക്കുന്ന ഫാമിലി എന്ന് പറയുന്നത് ഈ ഫാമിലിയാണ്. സോ അങ്ങനെ ഒരു തീമിലാണ് ഈ സംഭവം ചെയ്തത്. ആക്ച്വലി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ് 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നാണ്. 10,000 കഴിഞ്ഞിട്ട് 3 ഡോട്ട് വെച്ചിട്ടുള്ളത് ലൈക്ക് 10,000 കണ്ടിന്യൂ ആകുന്നു എന്നാണ്. 10,000 നിൽക്കുന്നില്ല. 3 ഡോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ ആകുന്നു, ഇനിയും പ്രോഗ്രസ് നടക്കുന്നു എന്നാണ്. സോ 10,000 നിൽക്കുന്നില്ല, 10,000 കഴിഞ്ഞ് അങ്ങോട്ട് പോകും എന്നാണ്. പിന്നെ ഒരു ക്യാപ്ഷൻ കൊടുത്തതും ടുഗദർ വി മേക്ക് എ ഫാമിലി എന്ന്. സോ അതിന്റെ അർത്ഥം ആക്ച്വലി 2 രീതിയിലാണ്. ഈ 10,000 എന്ന നമ്പറിനകത്ത് കാണുന്ന ഈ ഇത്രയും ഒരു ഫാമിലി, അതല്ലാതെ 10,000 എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ഫാമിലി. സോ 2 ഫാമിലിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 10,000 സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു വലിയ ഫാമിലിയും ആൻഡ് ഗീക്ബോക്സിന്റെ ഈ ചെറിയ ഫാമിലിയും കൂടിയാണ് ഞാൻ 2 ഫാമിലി ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ച് ടുഗദർ വി മേക്ക് എ ഫാമിലി എന്ന ക്യാപ്ഷൻ ഇട്ടത്. സോ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എഡിറ്റിങ്ങോ വലിയ ഹൈഫൈ പുതിയതായിട്ട് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമില്ല. ഗീക്ബോക്സിന്റെ അവരുടെ തന്നെ 4-5 ഫോട്ടോസ് ആണ് പിന്നെ സെന്ററിൽ ലോഗോയുടെ സൈഡിൽ ഇട്ടത്. ആദ്യം ലോഗോ മാത്രമാണ് ഇട്ടത്. പിന്നെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് വന്നതുകൊണ്ടാണ് കോൺട്രാസ്റ്റ് കളേഴ്സിൽ അവരുടെ തന്നെ കുറെ ബിൽഡുകളുടെ പല ഷേപ്സിൽ കട്ട് ചെയ്ത്, ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഇങ്ങനൊരു സംഭവം ഇട്ടത്. ആൻഡ് അതിന്റെ സൈഡിൽ അവരുടെ തന്നെ ക്യാപ്ഷൻ ബി ദ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സംഭവം, അതും ആദ്യം വെറുതെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ തോന്നി കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം വെറൈറ്റി ആയിട്ട് തോന്നി. അതിൽ ഗ്രീൻ കളറും വൈറ്റും കൊടുത്തപ്പം ആ ഗീക്ബോക്സിന്റെ ആ ഒരു ഗ്രീൻ കളർ എന്ന സംഭവം, ആ ഒരു തീം കളറും വന്നു. പിന്നെ
ഈ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ചുമ്മാ ഒന്ന് ലൈനപ്പ് ചെയ്ത് വെച്ചതെന്നുള്ളൂ. അപ്പോൾ കാണാൻ ജസ്റ്റ് ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി അങ്ങനെ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. സോ സംഭവം ഇത്രയേ ഉള്ളൂ, വലിയ ഹൈഫൈ സംഭവം ഒന്നും അല്ല, ജസ്റ്റ് എന്തൊക്കെയോ ഞാൻ ചെയ്തു കൂട്ടിയ ഒരു സംഭവമാണ്. ഇതിനാണ് ആക്ച്വലി ഗിവ് അവേയുടെ പ്രൈസ് കിട്ടിയത്. ആൻഡ് അവരുടെ ഗിവ് അവേ അടിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഇനി അങ്ങോട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ഗിവ് അവേനെ കുറിച്ചാണ്. സോ എന്തായാലും എനിക്കിതിപ്പം അവിടെ പോയി കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിൽ അയച്ചാലും വലിയ യൂസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുവൈറ്റിലോട്ട് അയക്കാനും പറ്റത്തില്ല, എനിക്കിപ്പോൾ എന്തായാലും പോയി മേടിക്കാനും പറ്റത്തില്ല. സോ ഓൾറെഡി ഞാൻ പ്രശാന്തമായിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. സോ ഇതിനെ എന്തായാലും ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുകയാണ്. സോ അതിൻ്റെയാണ് ഈ ഗിവ് അവേ. അപ്പം എന്തായാലും ഞാൻ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഒരു ഗിവ് അവേ വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, ഇപ്പം അടുത്ത് ഓണം വരുവാണ്. സോ ഓണത്തിനായിട്ട് ചെറിയൊരു ഗിവ് അവേ എന്ന് കരുതിയാൽ മതി ഇത്. ആൻഡ് പറയാൻ മറന്നുപോയി, ഗിവ് അവേയുടെ പ്രൈസ് എന്താണെന്നല്ലേ. ഗിവ് അവേക്ക് എനിക്ക് കിട്ടിയത് ആന്റി സ്പോർട്സിന്റെ ഒരു കീബോർഡ്, ഗെയിമിംഗ് മൗസും കീബോർഡിന്റെ ഒരു കോംബോയും, പിന്നെ ഒരു ആന്റി സ്പോർട്സിന്റെ തന്നെ മൗസ് പാഡും, അതേപോലെ റാപ്പോ ബ്രാൻഡിന്റെ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ്. സോ ഇപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആന്റി സ്പോർട്സിന്റെ കീബോർഡ് മൗസ് കോംബോയും മൗസ് പാഡുമാണ്. സോ ഏതെങ്കിലും ഒരാൾക്ക് ഈ സംഭവം കിട്ടുന്നതായിരിക്കും. ഹെഡ്സെറ്റ് ഞാൻ ആക്ച്വലി വേറൊരാൾക്ക് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രശാന്തനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇവർ ഗീക്ക് ബോക്സിന്റെ ഈ 5 എണ്ണം സെലക്ട് ചെയ്തതിൽ എനിക്ക് പേഴ്സണലി ഒരു ഡിസൈൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ഡ്യൂറ്റിൻ റോബിൻസ് എന്ന് പറയുന്ന ഒരു പുള്ളി ചെയ്തൊരു ഡിസൈൻ ആണ്. സോ ഇത് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു. കാരണം ഞാനും വിചാരിച്ചത് ചിലപ്പം ഇതിനായിരിക്കും കിട്ടുന്നത് എന്നാണ്. ഇതിൽ ഞാൻ ചെയ്തതിനേക്കാട്ടിലും ഒത്തിരി ഹാർഡ് വർക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ജസ്റ്റ് ചുമ്മാ അവിടുന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഈ പുള്ളി ചെയ്ത വർക്കിൽ ആക്ച്വലി കുറച്ച് ഹാർഡ് വർക്ക് കൂടുതലാണ്. കാരണം ഓരോ ഫോണ്ടിന്റെയും സംഭവങ്ങൾ എത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തത്. സോ അത് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. സോ ഞാൻ ഡിസൈഡ് ചെയ്ത് പ്രശാന്തിനോട് പറഞ്ഞാണ് എനിക്ക് കിട്ടിയ ഗിവ് അവേയിലെ ഹെഡ്സെറ്റ് പുള്ളിക്ക് കൊടുക്കാൻ, ഡ്യൂറ്റിൻ റോബിൻസിന് കൊടുക്കാൻ. ബാക്കിയുള്ള സംഭവം നമ്മുടെ ചാനലിൽ ഗിവ് അവേ ആയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. സോ ഹെഡ്സെറ്റ് എന്തായാലും ഡ്യൂറ്റിൻ റോബിൻസിന് ഗീക്ക് ബോക്സുകാർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ആന്റി സ്പോർട്സിന്റെ കീബോർഡ് മൗസ് കോംബോയും മൗസ് പാഡും ആണ് നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോയിൽ ഞാൻ ഗിവ് അവേ ആയിട്ട് പറയുന്നത്. സോ ഗിവ് അവേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോക്ക് താഴെ കമന്റിൽ എന്തും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കമന്റിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് അടിച്ചാൽ മതി. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുമ്പോൾ 2 ഹാഷ്ടാഗ് കൂടി ഇട്ടേക്കുക. ഫസ്റ്റ് ഹാഷ്ടാഗ് ഗീക്ബോസ് എന്നും സെക്കൻഡ് ഹാഷ്ടാഗ് ടെക്നോ ഫാക്ടറി എന്നും ഇട്ട് നിങ്ങളുടെ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഓണത്തിന് മുമ്പേ ഞാൻ നോക്കാം ഇതിന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യാൻ. ഓണം എന്താ ആക്ച്വലി എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല, ഈ മന്ത് എൻഡിംഗ് എന്ന് തോന്നുന്നു. സോ എന്തായാലും ആഫ്റ്റർ 1 വീക്ക് ഇതിന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ 1 വീക്ക് ടൈമാണ് നിങ്ങൾക്കുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ. സോ ഡേറ്റ് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല എന്നായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്. സോ അവർക്ക് ഗീക്ക് ബോക്സുകാർ തന്നെ ഇത് അങ്ങോട്ട് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സിലേക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഇതിൽ ഒരു ഗിവ് അവേ ഉള്ളൂ, ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. മാക്സിമം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓൾസോ ഗീക്ക് ബോക്സ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക അവരെയും. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ലെറ്റ്സ് ബിൽഡ് സീരീസിന്റെ കൺക്ലൂഷൻ ആണ്. ഫുൾ PC ബിൽഡ് സീരീസ് അല്ലെങ്കിൽ ഫുൾ PC ബിൽഡിന്റെ 2-3 വീഡിയോസ് ആണ് വരുന്നത്. അതിന്റെ ആക്ച്വലി ഞാൻ എഡിറ്റിംഗിലാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ല, എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതിന് വേണ്ടി. സോ അതിന്റെ എഡിറ്റിംഗിലാണ്. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ PC ബിൽഡിന്റെ വീഡിയോസ് വരുന്നതായിരിക്കും. PC എന്തായാലും കണ്ടല്ലോ, PC സംഭവം ഇതാണ്. സോ ഇത് നമ്മൾ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുമായിരിക്കും അടുത്ത വീഡിയോസിൽ. സോ അത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി. ആൻഡ് വൺസ് അഗൈൻ താങ്ക്സ് ടു പ്രശാന്ത് ആൻഡ് കൺഗ്രാറ്റ്സ് ടു എൻറ്റയർ ഗീക്ക് ബോക്സ് ഫാമിലി.